നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് റെഡിയാക്കാം. നോമ്പ് കാലത്ത് സാധാരണ നമ്മുടെ കയ്യിലുണ്ടാവാറുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് മിൽക്ക് ഷേക്ക് റെഡിയാക്കുന്നത്. അതിനായി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 8 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 6 7 ബദാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ളത് ചെറിയാണ്. അപ്പോൾ ഒരു 8 മുതൽ 10 വരെ ചെറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഈ മിൽക്ക് ഷേക്കിന് ലൈറ്റ് മധുരമാണ് ഉള്ളത്. ചെറിക്ക് അത്യാവശ്യം മധുരമുള്ള കാരണം പഞ്ചസാര 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി പഞ്ചസാരക്ക് പകരം നമുക്ക് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു 4 5 ഈത്തപ്പഴം ഇട്ടാലും മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അരഞ്ഞൊന്നും കിട്ടേണ്ട ആവശ്യമില്ല, കുറച്ച് തരി പോലെ കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ ജാറിലേക്ക് നമുക്ക് നല്ല തണുത്ത പാലാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു കപ്പ് പാല് ഒരു 1/4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്നും കൂടി തണുപ്പിച്ചെടുത്തതാണ്. അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പം വേണ്ട തണുപ്പിനനുസരിച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടിച്ചിട്ട് വരാം. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാകും. പിന്നെ നമ്മൾ ആഡ് ചെയ്ത ചെറിയുടെ കളർ അനുസരിച്ച് മിൽക്ക് ഷേക്കിൻ്റെ കളറിലും വ്യത്യാസം വരും. എൻ്റെ കുറച്ച് ലൈറ്റ് കളറിലെ ചെറി ആയതുകൊണ്ട് മിൽക്ക് ഷേക്കിനും കളറ് കുറച്ച് കുറവാണ്. അപ്പം നല്ല കളറുള്ള ചെറിയാണെങ്കിൽ നല്ല കളർഫുൾ മിൽക്ക് ഷേക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച പൊടിച്ച നട്ട്സും കൂടി ഇട്ടൊന്ന് അലങ്കരിക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്